ഹലോ ഹായ് നമസ്കാരം. ഇന്ന് മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലെ ഈ ഒരു മീൻകുളം സംസ്ഥാന അവാർഡ് ജേതാവാണ് കേട്ടോ. ഈ ഒരു കുളത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് നാച്ചുറലായിട്ടുള്ള കുളമാണ്. ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക തണുപ്പുണ്ട് ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ. ഇതിൽ മീനുണ്ട്. ആ മീൻ എത്രത്തോളം വലുതായി കാണുമെന്ന് അറിയില്ല, എങ്കിലും ഇതിലൊരു 7-8 കിലോ ഉള്ള മീനുകളുണ്ട് കേട്ടോ. കാണുന്നുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷേ ക്ലിയർ കുറവാണ്. കാരണം എൻ്റെ ഫോണിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ കുറവ്. എൻ്റേതൊരു സാധാ ഫോണാണ്. കണ്ടോ ഇവിടുത്തെ ഒരു ഭംഗിയുണ്ടോ, എന്തോ ഒരു ഭംഗി അവിടെ കാണാനൊന്നും. അതുപോലെ തന്നെ ചെറിയൊരു ബോട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് നമുക്ക് മീൻ പിടിക്കുന്നവർക്ക് അതിൽ കയറി ആസ്വദിച്ച് മീൻ പിടിക്കുക കേട്ടോ. പിന്നെ മാത്രമല്ല ഈ ഒരു പൗണ്ട് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ളതാണ്. അതായത് ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുകയോ വെള്ളം വറ്റിക്കുകയോ ഒന്നും വേണ്ട. കാരണം ഈ മീനൊന്നും ഫുഡ് കൊടുക്കുമ്പോൾ അവർ ഇറച്ചിയുടെ അങ്ങനത്തെയൊക്കെ വേസ്റ്റൊന്നും കൊടുക്കാറില്ല കേട്ടോ. ചിലവരൊക്കെ കോഴി വേസ്റ്റൊക്കെ കൊടുക്കുമെന്ന് പറയുന്നേക്കാം. കാരണം അങ്ങനെയൊക്കെ ആകുമ്പോൾ വെള്ളം കേടാവും. പിന്നെ 2 നേരമാണ് അവർ ഫുഡ് കൊടുക്കുന്നത്, രാവിലെയും വൈകുന്നേരമാണ്. കൃത്യ ടൈമുണ്ട് അതിനൊക്കെ. പക്ഷേ ഇപ്പോൾ ഫുഡിനൊക്കെ ഭയങ്കര റേറ്റാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഫുഡ് കൊടുക്കുന്നതൊന്നും ലാഭമല്ല. എങ്കിലും ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു കുളത്തിൽ നിന്ന് തന്നെ ഒരുപാട്, അതായത് നീർനായ വരെ ഈ ഒരു കുളത്തിൽ വന്നിട്ട് മീൻ പിടിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. ഊഞ്ഞാല കണ്ടപ്പോൾ തന്നെ റാണിമോൾ അതിൽ കയറിയിരുന്ന് ആടാൻ തുടങ്ങിയിട്ടുണ്ട്. ഊഞ്ഞാലയിൽ ആടുന്ന റാണിമോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തായാലും അവൾ ഇവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഓരോ ഏർപ്പാടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ നടുവിലേക്ക് പോവുകയാണ്. ഒത്ത നടുവിലായിട്ട് ഒരു കൊച്ചു വീട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ തീറ്റയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒത്ത നടുവിലേക്ക് പോവുകയാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ചെറിയ ഒരു ഏരിയ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ നമ്മളതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തീറ്റ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അവർ പറഞ്ഞത് കേട്ടാൽ ഈ മീൻ വളർത്തൽ അത്രയ്ക്ക് ലാഭമുള്ള ഒരു കാര്യമല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അവരുടെ തീറ്റയ്ക്ക് അത്രത്തോളം കാശാവുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ലാഭമില്ല എന്ന് അവർ പറയാൻ കാരണം. പിന്നെ അവരിവിടെ താമസമൊക്കെ ഫാമിലിയായിട്ട് വന്നാലും ഒറ്റയ്ക്ക് വന്നാലും എങ്ങനെ വന്നാലും അവർക്ക് താമസമൊക്കെ ഇവിടെ സജ്ജീകരിച്ചതുകൊണ്ട് അവർക്കിപ്പോൾ ലാഭമാണ് കൃഷി എന്ന് പറഞ്ഞു. അല്ലാതെ മീൻ വളർത്തൽ മാത്രമായിട്ട് അവർ പറയുന്നത് ലാഭം ഒട്ടുമില്ലാത്ത കൃഷിയാണ് എന്നാണ്. ഈ ഒരു മീനിന് കിലോയ്ക്ക് 300-400 വില വരുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ അത്രത്തോളം അതിൻ്റെ തീറ്റ ചിലവുകളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ്. ഈ ഒരു മീൻ ഇതിൽ അലങ്കാര മീനും ഉണ്ട് കേട്ടോ. കാണാൻ ഭംഗിക്ക് വേണ്ടി ഉള്ള മീനുകളും ഇതിലുണ്ട്. അതുപോലെ കരിമീനും വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട്. ആ പുഴയിലൊക്കെ വെള്ളമുള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഉറവ ഉണ്ടായത്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഈ ഒരു കാഴ്ച. ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നോക്കിയിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും ഈ ഒരു പ്രകൃതി ഭംഗിയും വളരെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് സമയം നമുക്ക് ചിലവഴിക്കാൻ തോന്നും. പക്ഷേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കാനും പറ്റില്ല. അതുപോലെ തന്നെ ഇതിൽ കുഞ്ഞു മീനുകളും ഉണ്ട്. കുഞ്ഞു മീനുകളെ പിന്നീടാണ് ഞാൻ കണ്ടത്. ആദ്യം ഞാൻ കുഞ്ഞു മീനുകളെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ചെറിയ കുഞ്ഞു മീനുകൾ, അതായത് വിരിഞ്ഞിറങ്ങിയ മീനുകൾ വരെ ഇതിലുണ്ട്. ഈ കുഞ്ഞു മീനുകളെ വലിയ മീനുകൾ തിന്നുമെന്നൊന്നും അറിയില്ല. അവരോട് ചോദിച്ചപ്പോൾ ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ദിവസത്തെ താമസത്തിന് 2000-2500 റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ
ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാവും, അല്ലാത്ത രീതിയിൽ വരികയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ മക്കൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയായിരിക്കും. കണ്ടോ, ഈ മീനുകളിൽ കുറേ ചെറുതും വലുതും ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു തീരെ കൊച്ചായിട്ടുള്ള മീനുകളും ഉണ്ട് കേട്ടോ. പലരും ചേമ്പില അതുപോലെ തന്നെ കപ്പയിലൊക്കെ മീനുകൾക്ക് തിന്നാൻ കൊടുക്കാറുണ്ടല്ലോ, അവർ വാട്ടർ കേബേജാണ് കൊടുക്കാറുള്ളത് മെയിനായിട്ട്. ആദ്യത്തെ അവാർഡ് കിട്ടിയതാണ് സ്വാഭാവിക കുളത്തിലെ മത്സ്യകൃഷിക്കുള്ള അവാർഡൊക്കെ കിട്ടിയത്. അപ്പം അത് സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ ഏതാണ്ട് 7-8 വർഷം മുമ്പ് ഇവിടെയുള്ള തെങ്ങും കവുങ്ങും എല്ലാം കുറച്ച് മാറ്റിയിട്ട് അവിടെ നമ്മൾ വെള്ളം പുറത്തേക്ക് വന്ന് തടഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കുളം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തിലോപ്പിയ എന്ന് പറഞ്ഞ മീനുകളാണ്, ഗിഫ്റ്റ് തിലോപ്പിയ. അന്ന് കേരളത്തിൽ ഗിഫ്റ്റ് തിലോപ്പിയ കിട്ടാനില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മദ്രാസിൽ പോയിട്ട് അവിടുന്ന് കുഞ്ഞുങ്ങളെ അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആദ്യം ഗിഫ്റ്റ് തിലോപ്പിയ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഫിഷറീസിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് കാണുകയും അങ്ങനെ ഗിഫ്റ്റ് തിലോപ്പിയ നല്ല ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത വർഷം തൊട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ തുടങ്ങി. ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെ 2-3 വർഷം നമ്മൾ 2017 തൊട്ട് 17, 18, 19 വരെ നല്ല രീതിയിൽ പോയി സംഗതി. പിന്നെ കോവിഡ് വന്നപ്പോഴത്തേക്കും മാർക്കറ്റ് ഡൗൺ ആയി, അതുപോലെ തന്നെ ബിസിനസ് കുറഞ്ഞു. അപ്പോൾ നമ്മളിതിനെപ്പറ്റി മാറി ചിന്തിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് പല ഡിമാൻഡും നമുക്ക് വന്നു. കാരണം ഇവിടെ സ്റ്റേ ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് നല്ല ഒരു താല്പര്യമുണ്ട്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ റിസോർട്ട് മാതിരി ഇവിടെ റൂമുകളുണ്ടാക്കി. അപ്പോൾ ആൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആൾക്കാർ ഇവിടെ വരുന്നു, അവരിവിടെ സ്റ്റേ ചെയ്യുന്നു, അവരിവിടെ നിന്ന് മീൻ പിടിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് അത് പാകം ചെയ്യാനുള്ള കിച്ചൺ ഇവിടെയുണ്ട്, ബാർബിക്യൂ ചെയ്യാം. അങ്ങനെ അവർക്ക് ഇവിടെ വന്ന് താമസിച്ച് മീൻ പിടിക്കാം, ബോട്ടിങ്ങിന് പോകാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളിലേക്ക് വന്നപ്പോൾ നമ്മൾ പതുക്കെ ടൂറിസത്തിലേക്ക് വന്നു. ആ ഇടയ്ക്കാണ് അജുവിൻ്റെ കെയർ ഓഫിൽ ഈ പറഞ്ഞ ഫാം ടൂറിസം വന്നത്. അപ്പോൾ നമ്മളും കൂടെ അതിൽ മെമ്പറായി. ഇപ്പം നിങ്ങളെപ്പോലെ ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇത് കേട്ടറിഞ്ഞിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അല്ലാത്ത ആൾക്കാർ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഫംഗ്ഷന്, അതെല്ലാം ഇവിടെ ചെറിയൊരു സ്റ്റേജ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് ഒരു 100 പേരുടെ ഫംഗ്ഷനൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പം നമ്മൾ മാറി ചിന്തിച്ചുകൊണ്ട് സംഭവിച്ചതാണ്. നമുക്കിപ്പോൾ ഇത് പ്രോഫിറ്റബിളായിട്ട് പോകുന്നുണ്ട്. മീൻ പരിപാടി മാത്രമായിരുന്നപ്പോൾ നമുക്ക് ലോസായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷനിലും മീൻ കൃഷിയോട് നമുക്ക് പറയാനുള്ളത് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ടഫാണ്. നിങ്ങൾ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റ് ഫീഡാണ്, അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 300-350 രൂപയ്ക്ക് മീനെ വിറ്റാലേ നമുക്ക് മീൻ കൃഷി ലാഭമാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ മീൻ കൃഷിയിലേക്ക് വരുന്നെന്ന് ആരോടും നമ്മൾ പറയാറില്ല, കാരണം അത് ലോസാണ്. ഇതിപ്പോൾ ലാഭത്തിൽ ഓടുന്നത് ഈ റിസോർട്ടുകൾ ഇവിടെ ഉള്ളതിൻ്റെ പേര് മാത്രമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് മൊത്തം പ്രോഫിറ്റിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനത് ബ്രീഫായിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതിവിടെ ചെയ്യുന്ന ഗിഫ്റ്റ് തിലോപ്പിയാണ് ആദ്യം ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം മിക്സാണ്. ഇതിൻ്റെ അകത്ത് നട്ടറുണ്ട്, കട്ട്ലയുണ്ട്, ഷാർപ്പുണ്ട്, ഒരുപാട് മത്സ്യങ്ങളുണ്ട്. പിന്നെ പുഴയിലുള്ള എല്ലാ മീനുകളും ഉണ്ട്. മിക്സ് ആണ്. വളരെ ഒരു കുഴപ്പമില്ല. പക്ഷേ ചെറിയ സ്ഥലത്തൊന്നും പറ്റില്ല. ഇത്രയും വൈഡ് ആയതുകൊണ്ട് ഒരു മീൻ അറ്റാക്ക് ചെയ്ത് വന്നാലും അത് ഓടി രക്ഷപ്പെടാം. ചെറിയ ടാങ്കുകളിലൊന്നും പറ്റില്ല. ഇല്ല, കട്ടിലൊന്നും അതൊക്കെ നോൺ വെജാണ്. ബ്രാല് മാത്രമേ ഇവിടെ മറ്റു മീനുകളെ വെട്ടാറുള്ളൂ. ഇവൻ നട്ടടക്കം ഒന്നും ചെയ്യാറില്ല. നട്ടറുണ്ട്. ഇല്ല, അതൊന്നും അറ്റാക്ക് ചെയ്യില്ല. ഇപ്പൊ ഗവൺമെന്റ് നട്ടറെ വളർത്താൻ അപ്രൂവൽ കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്ക് മനസ്സിലായി. പണ്ടേ എനിക്ക് അറ്റാക്ക് ചെയ്യലാണ്, കാരണം ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. നട്ടറിൻ്റെ അകത്തൊരു 3 കിലോ 4 കിലോ ഉള്ള നട്ടറുകൾ ഒരു 500 എണ്ണെങ്കിലും ഇതിനകത്തുണ്ട്. അത് വെള്ളത്തിന് മുകളിലേക്ക് അങ്ങനെ വരില്ല, രാവിലെ മാത്രമേ വരുള്ളൂ. പിന്നെ ഇതിലിപ്പോൾ 7-8 കിലോ ഉള്ള കട്ടലുകളുണ്ട്. ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാർ വന്ന് അവർ ചൂണ്ടയിട്ട് അവർക്ക് ചൂണ്ട കൊടുക്കും, അല്ല അവർ ചൂണ്ട കൊണ്ടുവരും. അങ്ങനെ അവർ ചൂണ്ടയിട്ട് പിടിക്കാറുണ്ട്. പിന്നെ വലിയ ഓർഡർ വരുമ്പോൾ മാത്രം ഞങ്ങൾ വല വീശിയിട്ട് പിടിക്കും. എല്ലാത്തിനും പെല്ലറ്റാണ് കൊടുക്കുക. ഫിഷ് ഫീഡുണ്ട്, അത് മാത്രമേ കൊടുക്കുള്ളൂ, വേറെ ഒരു ഫുഡും കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറെ കൂടും. അതെല്ലാം നമ്മുടെ പുള്ളിയാണ് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും. ഫാം ടൂറിസത്തെ പറ്റി പുള്ളി പറഞ്ഞോളൂ, അതായിരിക്കും നല്ലത്. ഇതിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 1-2 ആൾ വെള്ളം ഉണ്ട്. അത് ഏറ്റവും കുറഞ്ഞു കഴിയുമ്പോൾ 5 അടി വരെ താഴും. വേണ്ട, ഇത് നാച്ചുറൽ പോണ്ടല്ലേ. ഇത് മുഴുവൻ ഉറവയാണ്. ഈ മലയിൽ മഴ ചെയ്യുന്ന മഴ പി എച്ച് ആദ്യമൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റായി, മീനങ്ങ് അഡ്ജസ്റ്റായി, അങ്ങനെ കുഴപ്പമില്ല.
ഇല്ല ഇല്ല 5 അടി വെള്ളം എന്തായാലും ഉണ്ടാവും. ഇല്ല 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 ഇപ്പോൾ കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഓൺലൈനായിട്ടൊക്കെ വരുന്നതുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും സാധനം കിട്ടും, ഏത് കുഞ്ഞുമാണ്. അല്ല ഇവിടെ മിക്കവാറും എല്ലാ മീനിനും 300 രൂപ വെച്ച് ചാർജ് ചെയ്യുന്നു. ബ്രാലിന് മാത്രം 100 രൂപ കൂട്ടി ചാർജ് ചെയ്യും. ആ അതെ അതെ അതെ, ഉണ്ട് ഉണ്ട്. രാവിലെ വൈകിട്ടാണല്ലോ, ഉച്ചയ്ക്ക് മീൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിടിച്ചു തരുന്ന മുഴുവൻ ഈ ഭക്ഷണം കൊടുക്കുന്ന സമയമുണ്ടല്ലോ രാവിലെ, അന്നേരം പല വീശാലേ കിട്ടുള്ളൂ. അന്നേരം ഒറ്റ വീശുന്നത് നമുക്ക് 10 കിലോ കിട്ടും. ഒക്കെ നോക്കിയിട്ടേ ഇടുള്ളൂ. ഒരു പ്രാവശ്യം നമ്മളങ്ങനെ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയിട്ടിട്ട് കംപ്ലീറ്റ് മീൻ ചത്തുപോയി. പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് ഒരു വിധത്തിൽ ഡെവലപ്പ് ചെയ്യും. ഒരുപാട് മീൻ കിട്ടും. 2 നേരമാണ് കൊടുക്കേണ്ടത് ശരിക്കും. ചെറുത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 3 നേരം കൊടുക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 2 നേരം, ഒരു വൈകുന്നേരം 5 മണിക്ക് ശേഷം കൊടുക്കും, രാവിലെ ഒരു 6 മണി 7 മണിക്ക് മുമ്പ് കൊടുക്കും. ഇവിടെ 8 ഏക്കറുണ്ട് മുകളിലേക്ക്. അങ്ങനെ പറഞ്ഞു മീനിനെ വിശപ്പ് പറഞ്ഞാൽ അറിയാൻ പറ്റുന്നില്ല. അതെ, ഒരു മിനിമം ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫീഡില്ലേ, അതിലൊരു പെല്ലറ്റ് റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു 4 mm സൈസ്. അതൊരു വലിയ മീനായി കഴിഞ്ഞാൽ ഒരു 4 എണ്ണം കിട്ടിയാൽ മതി അവർക്ക് ഒരു ദിവസത്തേക്ക്. അപ്പോൾ നമുക്കറിയാം, കാരണം ഒരുപാട് തിന്നേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രായമായ മീനുകളില്ലേ, അവർക്ക് ജസ്റ്റ് ഭക്ഷണം കൊടുത്താൽ മതി. മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ മീനുകളാണ് ഒരുപാട് തിന്നുന്നത്. ആ, മീൻ എത്ര കൊടുത്താലും തിന്നോണ്ടിരിക്കും. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അല്ല, ഇവിടെ കാര്യമായിട്ട് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റബ്ബറാണുള്ളത്. ആ ഇത് രണ്ടും ഉണ്ട്. പിന്നെ മുകളിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഡോർമെട്രി എല്ലാം കൂടെ. കപ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ 2500 രൂപ ഫുഡ് കൊടുക്കുകയില്ല. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ല പുറത്തുനിന്ന് ഓർഡർ ചെയ്യും. ഫാമിലി ആണെങ്കിൽ എത്ര പറഞ്ഞു? ഫാമിലി ഹസ്ബൻഡ് വൈഫ് വരികയാണ് 2500 രൂപ ഒരു ദിവസം AC റൂം. എങ്ങനെ 1 4 5 1 46 3 2 3 1 4 5 1 4 5. ഇത് തിരുവമ്പാടിയാണ്. ഈ വില്ലന്റെ പേര് ലേക്ക് വ്യൂ ഹോളിഡേ വില്ല.